സാർ ഇപ്പോൾ സാർ കുട്ടികളുടെ കാര്യം തന്നെ കുറേ എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിന് പാരൻറ്റിങ്ങിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ നമുക്ക് കൂടുതലായിട്ടും? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇത്ര പ്രായമുള്ളൊരു കുട്ടീനെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അത് അവരെ ഇംബൈബ് ചെയ്ത് എടുപ്പിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിനെ നോക്കി കാണുന്നത്? അതെ, ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ടെക്നോളജി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനത്തെ ഒക്കെ സബ്ജക്റ്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള സൈബർ സൈക്കോളജി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേഖല. അപ്പോൾ നമ്മുടെ പാരൻറ്റിങ്ങിൽ കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ, പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാതെ കുറേ ആളുകൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, കുട്ടികൾക്ക് അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് കൃത്യമായിട്ട്, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു റോഡിൽ വാഹനങ്ങൾ പോകുന്നുണ്ട്, അതിന് കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കാർ ഓടിക്കുകയാണ്, ഡോക്ടർ ഇഷ്ടത്തിന് കാർ ഓടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ഇഷ്ടത്തിന് കാർ ഓടിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു മൊമെന്റിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്ക് സുഖമായിട്ട് കാർ ഓടിക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു റൂൾ ഉണ്ട്. എന്നതുപോലെ നമ്മൾ ഏത് സംവിധാനത്തിൽ നിൽക്കുമ്പോഴും അവിടെ ഒരു റൂൾ ഉണ്ട്. അതൊരു വീട്ടിലാണെങ്കിൽ അവിടെ ഒരു ഹോം റൂൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വേറെ കമ്മ്യൂണിറ്റിനെ ആയിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ വിദേശ രാജ്യത്ത് ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അവിടെ ഇങ്ങനെയാണ് പാരൻറ്റിങ്. പക്ഷെ അവിടെ കൃത്യമായിട്ട് 17 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ തന്നെ നിറവേറ്റണം. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് വ്യക്തമായ ഒരു സ്റ്റാൻഡില്ല. ഇവിടുത്തെ ഈ സൗകര്യങ്ങൾ പറയുന്നു, ഇവിടെ ഫാമിലി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടി ചെയ്തിട്ട് നമ്മളൊരു കംപ്ലീറ്റ്ലി ഒരു എസ്കേപ്പിസാണ്. ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുക എന്നുള്ള രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പാരൻസിന് എപ്പോഴും കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്, കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമില്ല. ഓക്കെ, കുട്ടികളോടൊരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ഇത് ശരിയല്ല എന്നുള്ള ഒരു ഡോമിനൻസ് കുട്ടികൾ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ല. അവർക്ക് അവരെ എളുപ്പത്തിന് വേണ്ടി പഠിക്കാതിരിക്കാനാവാം, കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനായിരിക്കും. പിന്നെ ഫിനാൻസിനെ കുറിച്ച് ധാരണ ഇല്ല. ഇപ്പം ഒരു കുട്ടി വന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ ഒരു കുട്ടി മാർക്ക് വാങ്ങിച്ചാൽ ഐഫോൺ വേണമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത. അതിന് എത്ര ക്യാമറ ഉണ്ടോ, എത്ര GB ഉണ്ടോ, ഇത് മാത്രമാണ്. ഇതിന് ഫിനാൻഷ്യലി ഇവർക്ക് എബിലിറ്റി ഉണ്ടോ, ഈ പാരൻസിന് ഇത് കൊടുക്കാൻ പറ്റുമോ, പാരൻസ് ആവശ്യമുണ്ടോ, ഇതൊന്നിനെ കുറിച്ചും ഇവർക്ക് അറിയില്ല. പക്ഷെ നമ്മളിത് സംസാരിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ടെക്നോളജിക്കും ഉണ്ട്, ഫോണിനും ഉണ്ട്. നമ്മൾ അതിനൊരിക്കലും അഗെയിൻസ്റ്റ് അല്ല. ഇത്രയും നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ കുട്ടികളോട് ഏറ്റവും പുതിയ കാലഘട്ടത്തിലുള്ള ഡിവൈസുകളെ കുറിച്ചും അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നും അറിയില്ല. അപ്പം അവർ പറയുന്നത് ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ വക്താക്കളാണെന്ന് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ഈവൻ അവർ വളരെ സിമ്പിളായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോലും ഇങ്ങനത്തെ ഒരു ഡിവൈസ് അവർ ഉപയോഗിക്കണില്ല. അതൊരു വലിയ പ്രയാസമാണ്. സോ വെൻ ഇറ്റ് കംസ് ടു അഡൾട്ട്, അതായത് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഫോൺ അഡിക്ഷൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രസൻറ്റേഷൻസ് ആണ് നമുക്ക് അഡൾട്ട്സിൽ കാണുന്നുണ്ട്? അത് ഇപ്പം ഏറ്റവും കൂടുതൽ സെപ്പറേഷൻസ് ആൻഡ് ഡിവോഴ്സ് നടക്കുന്ന ഒരു ട്രെൻഡ് എന്ന് തന്നെ പറയാം. ഓക്കെ, ആളുകൾക്ക് ഒരു ചെറിയ, ഇപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ജോലി തുടരുകയാണ്, അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ക്രൈസിസ് ബെയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു ഇന്റർപേഴ്സണൽ റിലേഷൻ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യത്തിൽ മാത്രം നമുക്കൊരു ചെറിയ കാര്യത്തിന് പോലും വിട്ടുവീഴ്ച ചെയ്യാനോ മനസ്സിലാക്കാനോ നമുക്ക് കഴിയുന്നില്ല. അവിടെ നമ്മൾ കൂടുതലായിട്ട് അഗ്രസീവ് ആകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ അതിനൊരുപാട് ഇതിലെപ്പോഴും ഡിസിഷൻ മേക്കേഴ്സ് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാതെ മറ്റുള്ളവർക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ സെൽഫ് എസ്റ്റീം കുറയുന്നത് ഇതിന് വലിയ കാര്യമാണ്. ഫോൺ അഡിക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സെൽഫ് എസ്റ്റീം കുറയാണ്, ഭയങ്കരമായിട്ട് ആത്മവിശ്വാസം ഇല്ലാതിരിക്കുക, ഒരു ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ് തോന്നുക. അപ്പം എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ തന്നെ ഞാൻ വേറൊരാളെ ആശ്രയിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ക്രൈസിസ് വന്നാൽ ഇതൊരു വലിയ ബുദ്ധിമുട്ട്. പിന്നെ സിവിയർ ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒന്നിനും ശ്രദ്ധ ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്കൊരു കാര്യം ഓർത്തു വെക്കാൻ കഴിയണില്ല, ശ്രദ്ധിക്കാൻ കഴിയണില്ല, ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ രണ്ടാളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും അവരെ കൃത്യമായിട്ടൊരു അറ്റൻറ്റീവ്നെസ് കൊടുക്കാൻ, കേൾക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്ക് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരികയാണ്, സംശയങ്ങൾ ഭയങ്കര കൂടുതലാണ്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഇവിടുന്ന് ഗൾഫിലേക്ക് ഒരു കത്ത് അയക്കുകയാണെങ്കിൽ ആ കത്ത് എത്താൻ ഒരുപാട് ദിവസങ്ങൾ എടുക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് ഗൾഫിലേക്ക് പോയ ഒരാൾ ആ തിരിച്ചിരിപ്പോൾ ഒരു 14 ദിവസം എവിടേക്ക് കത്ത് പോകാൻ വന്നു, തിരിച്ച് ആ കത്ത് എത്താനും 14 ദിവസം. അപ്പോൾ 28 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ജീവനോടുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അയാൾ അവിടെ ലൈവായി ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾക്ക് ഇവിടെ അറിയാം. ഇത് കാരണം
ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഓവറായിട്ടുള്ള ഇൻഫർമേഷൻസും ഓവറായിട്ടുള്ള ആക്സസിബിലിറ്റിയും കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ട്രസ്റ്റ് പോലും ഇല്ല. ഏറ്റവും നല്ല ഒരു ഏത് തരമുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏറ്റവും അതിൻ്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ നിൽക്കാനുള്ള ട്രസ്റ്റ്. എപ്പോഴും അവരെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവർ സംസാരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് വീഡിയോ കോൾ അപ്പുറത്ത് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. ഈവൻ കൗൺസിലിംഗ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് പോലും ഇങ്ങനത്തെ ആളുകളുണ്ട്, എനിക്കറിയാം. എന്താന്ന് വെച്ചാൽ അവരുടെ പാർട്ട്ണർ അവരുടെ അടുത്ത് ഇരിക്കുന്ന ആരാന്ന് അറിയാൻ വേണ്ടി വീഡിയോ കോൾ വിളിക്കുക, എന്നിട്ട് സൈലന്റ് ആക്കി മ്യൂട്ടാക്കിയിട്ട് ഇത് വെക്കുക, എന്നിട്ട് അവിടെ നടക്കുന്നത് കാണുക, അവരെന്താ പറയുന്നത്, അവരെന്താ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നോക്കുക. ഇതേ കാര്യം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു സർജന്റെ അടുത്താവാം, അതല്ലെങ്കിൽ ഒരു നഴ്സിന്റെ അടുത്താവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ അടുത്താവും. അപ്പോൾ അവർക്ക് അവരുടെ വർക്കിൽ കോൺസെൻട്രേഷൻ ഇല്ല, വർക്കിനെ കുറിച്ച് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റൊരാൾ CCTV പോലെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. CCTVക്ക് പക്ഷേ അവർ നമ്മളെ ഉപദ്രവിക്കുന്നില്ല, CCTV ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഒബ്സർവേഷൻ ഉണ്ട്, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, ഇതുമൂലം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഹേർട്ട് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് മെന്റലി ഒരു സ്പേസ് ഇല്ലാത്ത രീതിയിൽ തോന്നുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യണത്, ഈ ആക്സസിബിലിറ്റി കൂടിയതുകൊണ്ട് എപ്പോഴും മെസ്സേജ് അയക്കണം, എപ്പോഴും റിപ്ലൈ ചെയ്യണം, ഓക്കെ, ഈ കമ്പൽഷൻ ഇത് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, സെൽഫ് എക്സിസ്റ്റൻസ് എന്നുള്ളൊരു കാര്യം ഇല്ലാതായി തോന്നുമ്പോൾ പലർക്കും എന്ത് ചെയ്യാണ്, ഈ ഡിസ്റ്റൻസ് എടുക്കാൻ തോന്നുന്നു. റിലേഷൻഷിപ്പിന് അത് വലിയ രീതിയിൽ ബ്രേക്ക് ആവും. ഇത് ഒരു വശം. ഇനി അതല്ലാതെ തന്നെ ഇവർ വേറെ ആക്ടിവിറ്റി, ഇപ്പോൾ ഫോണിൽ കൂടുതലായിട്ട് ഗെയിമാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആളുകളായിട്ട് ചാറ്റ് ചെയ്യുക, ഹൈഡ് ചെയ്യുക, വേറെ IDs യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രസ്റ്റ് ഇഷ്യൂ ആയി. കാരണം മറ്റത് നമ്മൾ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ട് നമുക്ക് നോക്കാൻ പറ്റും, ഇത് പുറത്ത് പോകുന്നില്ലല്ലോ. മൾട്ടിപ്പിൾ IDs ആള് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആളെ കുറിച്ചുള്ള ട്രസ്റ്റ് ഇഷ്യൂ കൂടി വന്നിട്ട് ഇവർക്ക് ഒരു കാര്യത്തിനും മാനേജ് ചെയ്യാൻ പറ്റില്ല, ഇവരെ ശ്രദ്ധ ഇല്ലാതിരിക്കുക, പിന്നെ സെൽഫ് ഹാം ചെയ്യുക, ഓക്കെ, ഇതിൻ്റെ സ്ട്രെസ് കൊണ്ട് സെൽഫ് ഹാം ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇതും കൊണ്ട് കാണിക്കും. പിന്നെ ഈവൻ ഇവർക്കൊരു പാർട്ട്ണറുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് പോലും മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ ശ്രദ്ധ ഇല്ല, അപ്പോൾ മെസ്സേജ് വന്നോ അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും റീൽ അയച്ചോ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഈവൻ ഡ്രൈവിങ്ങിൽ പോലും റീല് കാണുകയും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ റീലിന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടും എന്നുള്ള തോന്നൽ. എപ്പോഴും ഇൻസെക്യൂരിറ്റിയാണ്, എല്ലാത്തിനെ കുറിച്ച് ഇവർക്ക് ഭയമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ അത് സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ പേടി കൂടിയിട്ടാണ്. പിന്നെ ഇത് കൂടി നമുക്ക് കൃത്യമായിട്ടും പറയാം, ഇതിൽ ഒരു കെമിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോലെ നമ്മൾ രാസവസ്തുക്കൾ തലച്ചോറിലുള്ളതിനെല്ലാം കേടുപാടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി മാനസിക വിഭ്രാന്തികളോ അസുഖങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള കഴിവ് വളരെയധികം നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് തിരിച്ചറിവ് വേണം, എങ്ങനെയാണ് ടെക്നോളജി യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോൺ യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ്. അതുപോലെ ന്യൂസ് കാണുന്നത്, നമുക്ക് അനാവശ്യമായിട്ട് ഒരു ആവശ്യമില്ലാത്ത ന്യൂസുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ആങ്സൈറ്റി, നമുക്ക് ഇൽനെസ് ആങ്സൈറ്റി, അസുഖങ്ങളെ കുറിച്ചുള്ള പേടി ഒരുപാട് വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് വരുന്നത്? ഇൻഫർമേഷൻ കൂടിയിട്ട്. ഇപ്പോൾ ഒരാൾക്കൊരു നെഞ്ചുവേദന ഉണ്ട്, ആ നെഞ്ചുവേദനയുള്ള ആൾ ചിലപ്പം ഭക്ഷണം കഴിച്ച് ശരിയാവാഞ്ഞിട്ട് വന്നൊരു നെഞ്ചുവേദന ആയിരിക്കാം, അല്ലെങ്കിൽ നെഞ്ചിലുള്ള ചെറിയ പ്രയാസമായിരിക്കാം. പക്ഷെ ഇയാൾ സ്ഥിരമായി വീഡിയോ കണ്ടിട്ട് ഒരു ഹൃദ്രോഗിയാണെന്ന് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്ന ഒരാളാണെന്നുള്ള ചിന്തയിൽ ഒരുപാട് വീഡിയോസ് കാണുക, വീഡിയോ കണ്ട് ഒരു ഇൽനെസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുക, അത് പിന്നെ ഡിപ്രഷനിലേക്ക് പോവുക. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ കോമോബിഡിറ്റി, പലതരത്തിലുള്ള ഒരു അസുഖങ്ങളെ ഒന്നിച്ചിട്ട് വരുന്ന ഒരു സിൻഡ്രം ലൈക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ അഡിക്ഷൻ.